ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആര്യ വർക്കിൻ്റെ കെട്ടിടാനാണ് പഠിച്ചത്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ ആര്യ വർക്കിൻ്റെ ബേസിക് ചെയിൻ സ്റ്റിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ കെട്ടിട്ടതിന് ശേഷമാണ് നമ്മൾ ആര്യ വർക്കിൻ്റെ ചെയിൻ സ്റ്റിച്ച് ഉൾപ്പെടെ എല്ലാ സ്റ്റിച്ചുകളും ചെയ്യുന്നത് നമ്മൾ കെട്ടിട്ടതിന് ശേഷമാണ്. അപ്പോൾ കെട്ടിടുന്ന വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടിട്ട് വരൂ കേട്ടോ. അപ്പോൾ നമുക്ക് ആര്യ വർക്കിൻ്റെ ബേസിക് ചെയിൻ സ്റ്റിച്ച് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി നമ്മൾക്ക് ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മൾ ഇതേപോലെ തന്നെ തുളിപ്പെന്ന ഭാഗം നമ്മുടെ ഫേസിലോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ സൂചി കുത്തി ഈ ത്രെഡിനെ നമ്മൾ കുത്തിയിറക്കുക. ആദ്യമൊക്കെ നമ്മൾക്ക് ഈ ഫ്രെയിം തിരിച്ച് നോക്കണമെന്ന് തോന്നും. സൂചി കുത്തിയിട്ട് നമ്മൾ ത്രെഡ് കൊളത്തിടാൻ വേണ്ടി നോക്കണമെന്ന് തോന്നും. പക്ഷെ പതിയെ നമ്മളത് ശരിയായി വന്നോളൂ കേട്ടോ. അങ്ങനെ നമ്മൾ ആര്യയുടെ കെട്ടിട്ടു. ഇനി ബേസിക് ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ആര്യയുടെ ബേസിക്കായിട്ട് വരുന്ന ചെയിൻ സ്റ്റിച്ചാണ് കേട്ടോ ഇത്. നമ്മൾ ആദ്യം ഇങ്ങനെ കുത്തി ലൂപ്പ് എടുത്തു. ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ സൂചി ഇറക്കി നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് കാണാൻ കഴിയുന്നുണ്ടോ? ഇവിടെയാണ് ലൂപ്പ് എടുത്തേക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഇതേപോലെ ത്രെഡ് നമ്മൾ ഇങ്ങനെ നീഡിൽ കുളത്തി ഇങ്ങനെ വലിച്ചെടുക്കുക. മറ്റേ ആദ്യത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മളിത് ഇങ്ങനെ വലിച്ചെടുക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നീഡിലിട്ട് നമ്മൾ കുത്തിയിറക്കി നമ്മൾ ത്രെഡിനെ ഇങ്ങനെ വലിച്ചെടുക്കുക. വീണ്ടും ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നീഡിലിറക്കി നമ്മൾ ത്രെഡിനെ വലിച്ചെടുക്കുക. അപ്പം നമ്മൾ ഈ കൈ കൊണ്ട് നമ്മൾ ഇത്തിരി ബാക്കോട്ട് ഇങ്ങനെ നീക്കി കൊണ്ടുവരിക. അപ്പം നമ്മുടെ ത്രെഡ് ഇങ്ങോട്ട് നീക്കി കൊണ്ടുവരിക. ഉണ്ടോ? ഇങ്ങനെ വലിച്ചെടുക്കുക. കണ്ടോ? ഇങ്ങനെ നമ്മൾ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നീഡിലിനിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് അടുത്തടുത്തൊരു ചെയിൻ പോലെയുള്ളൊരു സ്റ്റിച്ചാണ് നമുക്ക് കിട്ടുന്നത്. ഇത് നമ്മൾക്കൊരു ബോർഡർ സ്റ്റിച്ച് പോലെയൊക്കെ ചെയ്യാം കേട്ടോ. ബോർഡർ ചെയിൻ സ്റ്റിച്ചൊക്കെ പോലെ ചെയ്താൽ നല്ല ഭംഗിയുണ്ടാകും. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് തീരാറായി. അപ്പോൾ ഞാൻ ഇപ്പോൾ ലാസ്റ്റത്തെ ഒരു സ്റ്റിച്ചും കൂടി എടുത്ത് അടുത്തതായിട്ട് കെട്ടിടാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ലാസ്റ്റത്തെ സ്റ്റിച്ച് എടുത്തു. ഇനി ലാസ്റ്റത്തെ ഒരു സ്റ്റിച്ച് എടുത്തു. ഇനി അടുത്തതായിട്ട് ഞാൻ കെട്ടിടാൻ പോകും. അപ്പം നമ്മൾ ആദ്യം ചെയ്ത പോലെ തന്നെ കെട്ടിട്ട് അവസാനിപ്പിക്കാം. അപ്പോൾ ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ നീഡിലിട്ട് നമ്മളതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് സൂചി കുത്തി ഇറക്കി ത്രെഡ് കുളത്തിൽ ചുറ്റിക്കൊടുത്ത് നമ്മളിങ്ങനെ വലിച്ച് ഇതിൻ്റെ ഉള്ളിലൂടെ എടുക്കാം. ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമുക്ക് ഈ ആദ്യത്തെ ലൂപ്പിനെ വലിച്ചെടുത്ത് ഈ ലൂപ്പിനെ നമ്മൾ മേളിലോട്ടും നീഡിൽ വെച്ച് വലിച്ചു കൊടുക്കുക. നമ്മൾ അടിയിലോട്ട് ഈ ത്രെഡ് വെച്ചിട്ട് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ ഒരു കെട്ട് വീണു കേട്ടോ.
ഇങ്ങനെയാണ് നമ്മൾ കെട്ടിട്ട് അവസാനിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ കെട്ടിട്ട ഭാഗത്ത് നമുക്ക് ഈ ത്രെഡ്, ഈ ലൂപ്പ് ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ താഴെ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ കുത്തിയെടുക്കണം. നമ്മൾ നീഡിലിനെ നമ്മൾ താഴെ നിന്ന് ഇങ്ങനെ കുത്തിയെടുത്തിട്ട് ഈ ലൂപ്പിനെ നമ്മൾ ഈ നീഡിലിൻ്റെ ഹുക്ക് വെച്ചിട്ട് ഇങ്ങനെ കുളത്തി നമ്മളിങ്ങനെ താഴോട്ട് തന്നെ വലിച്ചു കൊടുത്താൽ മതി. ഇതിനെ നമ്മളിങ്ങനെ കുത്തിയെടുത്ത് ഈ നീഡിലിൻ്റെ ഹുക്ക് നമുക്ക് കാണാൻ കഴിയും കേട്ടോ. നേരിട്ടാകുമ്പോൾ ഇത്തിരി കൂടി ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. നമ്മൾ ആ ത്രെഡിനെ കൊളത്തിയിട്ട് ഇങ്ങനെ നമ്മൾ വലിച്ചെടുത്താൽ മതി. അപ്പോൾ ആ കെട്ടിൻ്റെ ആ ലൂപ്പ് താഴോട്ട് പോയിട്ടുണ്ടാകും. ഇനി ഇവിടെയും നമ്മൾക്ക് അതേപോലെ വലിച്ചെടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ആരി സ്റ്റിച്ച് എന്ന് പറയുന്നത്, ആരി ചെയിൻ സ്റ്റിച്ച് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ബേസിക് ചെയിൻ സ്റ്റിച്ച് നമ്മളൊരു സിംഗിൾ ലൈനിൽ ചെയ്തു. ഇനി നമുക്കൊരു ഇമേജ് വരച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഞാനൊരു ലെറ്റർ, ഒരു ആൽഫബറ്റാണ് എഴുതിയിരിക്കുന്നത്. എ എന്നുള്ളൊരു ആൽഫബറ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നല്ല നല്ല പിക്ചേഴ്സ് നോക്കി വരച്ച് അതിൽ ചെയിൻ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൽ ചെയിൻ സ്റ്റിച്ച് ഒന്ന് ചെയ്ത് കാണിക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ നമ്മുടെ നീഡിലെടുത്തിട്ടുണ്ട്. 0.5 mm നീഡിൽ തന്നെ എടുത്തു. നമ്മുടെ ആരി ത്രെഡും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കെട്ടിടുന്നത് ഒന്നും കൂടി നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഫിംഗറിലൊന്ന് ചുറ്റിപ്പിടിക്കുക. എന്നിട്ട് നമ്മൾ ഈ വരുന്ന ഭാഗത്ത് നമുക്ക് കൈ കൊണ്ട് തൊട്ടാൽ ഇങ്ങനെ അറിയാൻ പറ്റും. നമ്മൾ എന്ത് ചെയ്യണം? തുളിപ്പെന്ന് എഴുതിയ ഭാഗം നമ്മുടെ വശത്ത് വരുന്ന രീതിയിൽ ഈ നീഡിലിനെ ഇങ്ങനെ കുത്തിയിറക്കി നമ്മൾ അടിയിൽ നമ്മുടെ ഈ ത്രെഡിനെ ഈ നീഡിൽ വെച്ച് നമ്മളിങ്ങനെ കൊളത്തിയെടുത്ത് നമുക്ക് വലിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ഒരു ലൂപ്പ് എടുത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുത്തി നമ്മൾ അടുത്ത ലൂപ്പ് കൊടുക്കണം. അത് ആ ലോങ് ത്രെഡിലാണ് നമ്മൾ ആ അടുത്ത ലൂപ്പ് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ അടുത്ത ലൂപ്പ് എടുക്കാൻ നേരം നമ്മുടെ ഈ നീഡിൽ ആദ്യത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കടത്തിയിട്ട് വിടണം നമ്മൾ അടുത്ത ലൂപ്പ് എടുക്കാൻ. അപ്പോൾ നമ്മൾ ആ ആദ്യത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഈ രണ്ടാമത്തെ ലൂപ്പിനെ വലിച്ചെടുത്ത് അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ആദ്യത്തെ ലൂപ്പിനെ വലിച്ചെടുത്ത് ആ നീഡിൽ യൂസ് ചെയ്ത് ത്രെഡിനെ മുകളിലോട്ടും ലൂപ്പിനെ മുകളിലോട്ടും ത്രെഡിനെ താഴോട്ടും ഈ ലോങ് ത്രെഡിനെ താഴോട്ടും വലിക്കുമ്പോൾ നമുക്കിവിടെ കെട്ട് വീഴും. നമ്മൾ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നീഡിൽ കുത്തിയെടുത്ത് നമുക്ക് ആ ലോങ് ത്രെഡ് തന്നെ യൂസ് ചെയ്ത് ലോങ് ത്രെഡ് നീഡിൽ ചുറ്റിയിട്ട് നമുക്കൊരു ലൂപ്പ് എടുക്കാം. ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നീഡിലെടുത്ത് നമ്മൾക്ക് ഈ സൂചിയെ പിന്നെയും കുത്തിയിറക്കിയിട്ട് ആ ത്രെഡിനെ നമ്മുടെ നീഡിലിൻ്റെ ഹുക്കിൽ ചുറ്റി നമുക്കിങ്ങനെ വലിച്ചെടുക്കാം. വലിച്ച് ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എടുക്കണം. ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ നമ്മൾ അടുത്ത ലൂപ്പിനെ എടുക്കാം. ഇങ്ങനെ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോകാം. അപ്പോൾ ഇവിടെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് ചെയ്തുകൊണ്ടിരിക്കലേ ഇവിടെ ഒരു ഷാർപ്പ് പോയിൻ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എത്തുമ്പോൾ കുഞ്ഞ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമ്മളൊരു കുഞ്ഞ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ നമ്മളൊരു ചെറിയൊരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇതാണ് ലോക്ക് സ്റ്റിച്ച്. അതായത് നമ്മൾ തിരിച്ചിങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആ സ്റ്റിച്ച് ഇങ്ങനെ ലൂസായി പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് തിരിച്ചിങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം.
നമ്മൾ ചെറിയ ചെറിയ സ്റ്റിച്ചസ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഭംഗി എന്ന് പറയുന്നത്. വലിയ വലിയ സ്റ്റിച്ചസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല. ഇതേവിടെ നമുക്ക് ലോക്കിട്ട് അവസാനിപ്പിക്കാം. തൊട്ടടുത്ത് തന്നെ ആയിട്ട് സൂചി കുത്തിറക്കി ആ ലൂപ്പിനെ വലിച്ചെടുത്ത് ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ആദ്യത്തെ ലൂപ്പിനെ നമ്മൾ വലിച്ചെടുക്കുക. താഴെ ആ ത്രെഡും വലിച്ചെടുക്കുമ്പോൾ അവിടെ ലോക്കാകും. അടുത്ത ഇവിടെ കെട്ടിട്ടിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഇവിടെ അവസാനിച്ചു. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ സ്റ്റിച്ച് എടുത്ത് നമുക്ക് ലോക്ക് ചെയ്തത് അവസാനിപ്പിക്കാം കേട്ടോ. ഓക്കെ, കെട്ടിട്ടത് അവസാനിപ്പിക്കാം. ഇനി ഈ ത്രെഡ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നീഡിലിനെ അടിയിൽ കൂടി എടുത്ത് ഇങ്ങനെ കൊളുത്തി നമുക്ക് അടിയിലോട്ട് തന്നെ വലിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ കെട്ടിട്ട ഭാഗത്തുള്ള ത്രെഡൊക്കെ നമ്മളങ്ങനെ വലിച്ചെടുക്കാം കേട്ടോ. നമ്മൾ വലിച്ചെടുത്തു. അപ്പോൾ നമ്മുടെ ആര്യയുടെ ബേസിക് ചെയിൻ സ്റ്റിച്ച് റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിങ്ങനെ സിമ്പിളായിട്ടൊരു ആൽഫബറ്റിൽ ചെയ്തേ ഉള്ളൂ. നിങ്ങൾക്ക് നല്ല നല്ല പിക്ചേഴ്സൊക്കെ വരച്ച് നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ ആദ്യം ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ തോന്നും. നമുക്കിത്തിരി ക്ഷമയൊക്കെ വേണം ആ കിട്ടിട്ട് പഠിക്കാനും. നമ്മുടെ ഈ ചെയിനൊക്കെ ഒന്ന് നമ്മൾ അടിയിലും മേളിലും നമുക്ക് ആ ഒരു ലൂപ്പ് എടുക്കാൻ വേണ്ടി കൊളത്തി കിട്ടാനൊക്കെ ഒരു ടൈം എടുക്കുമെങ്കിലും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിങ്ങും ആയിട്ടും വളരെ എളുപ്പമായിട്ടും തോന്നുന്ന ഒന്നാണ് ഈ ആരി വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.